ഹായ് ഫ്രണ്ട്സ്, റൂമിൽ കയറി ഫ്രഷ് ആയതിനു ശേഷം ഞങ്ങൾ ആദ്യം തന്നെ പട്ടായയിലുള്ള ടൈഗർ പാർക്കിലേക്കാണ് പോയത് കേട്ടോ. ദേവുവിനാണെങ്കിൽ സംഗീതം പഠിക്കണമെന്ന മോഹവുമായി ആരുടെയോ അടുത്ത് ചെന്നു എന്ന് പറഞ്ഞ പോലെ ഫോട്ടോ എടുക്കണം, വീഡിയോ എടുക്കണമെന്ന മോഹവുമായി കടുവയുടെ അടുത്തേക്കാണ് ദേവു കയറി ചെന്നത്. പക്ഷേ ഒരു കുഞ്ഞു കടുവയായതുകൊണ്ട് തന്നെ വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അവൻ അങ്ങ് മയങ്ങി കിടക്കുമായിരുന്നു. പിന്നെ ആണെങ്കിൽ അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, കടുവയുടെ വയറിലും വാലിലും അല്ലാതെ എവിടെയും തൊടരുത്, ഫ്ലാഷൊന്നും ഇടരുത്, ഫോട്ടോയും വീഡിയോയും എടുക്കുമ്പോൾ സൗണ്ട് ഉണ്ടാക്കരുത് എന്നൊക്കെ പറഞ്ഞായിരുന്നു. പിന്നെ അതിന് ശേഷം ഞങ്ങൾ കടുവക്കൂട്ടിലേക്കാണ് നേരെ കയറി ചെന്നത്. തീപ്പെട്ടിക്കൊള്ളി വെച്ച് തൊലയെറിയുക എന്ന് കേട്ടിട്ടല്ലേ ഉള്ളൂ, പക്ഷെ ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞതാണ്. കാരണം അത്രയ്ക്ക് പേടിയോടെയാണ് ഞങ്ങൾ അകത്തേക്ക് കയറി ചെന്നത്. ഓരോ പ്രാവശ്യവും ഓരോ ഗേറ്റ് തുറന്ന് നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ നെഞ്ചിനകത്തൊരു ഇടിപ്പായിരുന്നു കേട്ടോ. അത്രയ്ക്ക് പടാന്ന് നെഞ്ച് കിടന്ന് ഇടിക്കുന്നത് നമുക്ക് പുറത്ത് കേൾക്കാമായിരുന്നു. ഞങ്ങൾ പോകേണ്ട വഴി കൂടെ ഓരോരോ എക്സ്പ്രഷൻസും കോപ്രായങ്ങളും ഒക്കെ ഇട്ട് ഓരോരോ കടുവകളും കിടപ്പുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ വണ്ടിയിലാണെങ്കിൽ ഒട്ടും സേഫ്റ്റി ഒന്നും എനിക്ക് തോന്നിയില്ല. കാരണം ചെറിയ നൈസായിട്ടുള്ള ഒരു ഗ്ലാസ് ആണ് ഫുള്ളും വെച്ചേക്കുന്നത്. ഞങ്ങളുടെ കെട്ടിയവന്മാർ നല്ല ധൈര്യശാലികളായതുകൊണ്ട് തന്നെ അവർ പുറകിൽ കയറി ആദ്യമേ ഇരുന്ന് കേട്ടോ. ഞങ്ങളെ പിടിച്ചിട്ടേ കടുവയ്ക്ക് അവരെ പിടിക്കാൻ പറ്റുള്ളൂ എന്നുള്ള ധൈര്യത്തോടെയാണ് അവർ കയറിയിരുന്നത്. പിന്നെ ഞങ്ങളെ കടുവ എന്ത് ചെയ്താലും ഇവർക്ക് ഓടി രക്ഷപ്പെടാം, എന്നിട്ട് വേറെ കല്യാണം കഴിക്കാം എന്നുള്ള ആഗ്രഹവും ഇവരുടെ മനസ്സിലുണ്ടായിരുന്നോ എന്നുള്ളൊരു സംശയം എനിക്ക് ഇല്ലാതെ ഇല്ല. പിന്നെ ഇവൻ ഈ വരുന്ന വരവ് കണ്ടപ്പോഴത്തേക്ക് എൻ്റെ നെഞ്ച് കത്തിപ്പോയി കേട്ടോ. കാരണം ഞാൻ ഓർക്കുന്നത് നമ്മളെ ലക്ഷ്യം വെച്ചാൽ ഇത് വരുന്നതെന്ന്. പക്ഷേ എന്താണോ എന്തോ, ഞങ്ങളെല്ലും കൂടങ്ങളായതുകൊണ്ടാണോ എന്തോ ഫ്രണ്ടിൽ ഇരുന്ന് ഞങ്ങളെ അവർ മൈൻഡ് ചെയ്തേ ഇല്ല. പിന്നെയും കൂടുതൽ സമയം ബാക്കിലിരുന്ന് ദീപേട്ടനെ അക്ഷയനെ ഉന്നം വെച്ചാണ് ഓരോ കടുവകളും അങ്ങോട്ടും ഇങ്ങോട്ടും പൊയ്ക്കൊണ്ടിരുന്നത്. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് കേട്ടോ, കടുവകൾ അടുത്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ വണ്ടി ഓടിക്കുന്ന പയ്യൻ്റെ കയ്യിൽ ഒരു സ്റ്റിക്കുണ്ട്. അതെടുത്ത് വെളിയിലേക്ക് ഇട്ടിട്ട് അവരൊരു സൗണ്ട് ഉണ്ടാക്കും. ഈ സൗണ്ട് കേൾക്കുമ്പോൾ കടുവ മാറിപ്പോകും കേട്ടോ. പക്ഷെ ഞങ്ങൾ വണ്ടി ഓടിക്കുന്ന വഴി കയറി വഴിതടയിൽ സമരമൊക്കെ പ്രഖ്യാപിച്ച് കടുവകൾ ഇരിപ്പുണ്ടായിരുന്നേ. കുറേ നേരം നിങ്ങൾ അവിടെ നിൽക്കുക, ഞങ്ങൾ എഴുന്നേറ്റ് പോയാൽ മതി എന്നും പറഞ്ഞാൽ അവരവിടെ നിന്നിരുന്നത്. ഓരോ കടുവ അടുത്ത് വരുമ്പോഴത്തേക്കും അക്ഷയ് അവിടെ കിടന്ന് വണ്ടി എടുക്കടാ, കടുവയ്ക്ക് ഞങ്ങളെ അറിയത്തില്ലടാ എന്ന് കരയുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ ഭാഷ മനസ്സിലാവാത്തത് കൊണ്ടാണോ, ഞങ്ങളുടെ എക്സ്പ്രഷൻ കണ്ടിട്ട് സന്തോഷിച്ചിട്ടാണോ എന്നറിയത്തില്ല. പക്ഷേ ഓരോ കടുവയും അടുത്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ ഡ്രൈവർ കൂട്ടൻ വണ്ടി അവിടെ നിർത്തി അങ്ങ് ഇട്ടേക്കും കേട്ടോ. എൻ്റെ ദൈവമേ, ഏത് നേരത്താണോ ഇങ്ങോട്ട് കയറി വന്നതെന്നുള്ള എക്സ്പ്രഷനാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. എനിക്ക് ധൈര്യമായിട്ടൊന്നും അല്ല കേട്ടോ ഞാൻ ഈ ഫോട്ടോയും എടുത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ ഇതൊക്കെ ഒന്ന് കാണിക്കണമല്ലോ, ലൈഫിൽ ആകെയുള്ള ഒരു അനുഭവമല്ലേ എന്നുള്ളൊരു രീതിയിലാണ് ഞാനിത് ഈ വീഡിയോയും എടുത്തുകൊണ്ടിരിക്കുന്നത്. വീഡിയോ എടുക്കുമ്പോഴും എൻ്റെ ശ്രദ്ധ മുഴുവൻ പുറത്ത് നിൽക്കുന്ന കടുവയിലാണേ. പക്ഷേ ഇവർ അത്ര നമ്മളെ മൈൻഡ് ചെയ്യത്തൊന്നുമില്ല. ഇവർ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കൊക്കെ കൂടി അതിനകത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കത്തേ ഉള്ളൂ. പിന്നെ അവർക്ക് സ്വൈര്യമായിട്ട് വിഹരിക്കാനുള്ള സ്ഥലമായിട്ട് എനിക്ക് തോന്നി കേട്ടോ. ആരും അത്ര കുഴപ്പക്കാരൊന്നുമില്ല. എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കൊക്കെ ഉണ്ടാക്കി നമ്മുടെ അടുത്തൊക്കെ വന്നൊന്ന് ഇതൊക്കെ ആരാ, പുതിയ ആൾക്കാരാണോ എന്നൊക്കെ നോക്കി ഇങ്ങ് പോകുന്നുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ നേരെ പുറത്തിറങ്ങി അൽക്കസാർ ഷോയ്ക്ക് വിട്ടു. അപ്പോൾ ആ വിശേഷങ്ങൾ അടുത്ത ദിവസം പറയാം. ടാറ്റാ ബൈ ബൈ, സീ യു. അപ്പം നിങ്ങളെല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ പോവല്ലേ, കാരണം വേൾഡ്സ് ബെസ്റ്റ് ഷോ ആണ് നാളെ കാണുന്നത്.